നിങ്ങൾ ഓരോരുത്തർക്കുള്ള ഫീസ് ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്. പറഞ്ഞതുപോലെ പാതി എടുത്തിട്ട് പാതി എനിക്ക് തരണം. തനിക്ക് 10,000 രൂപ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് അതിന്റെ 5,000 രൂപ ആശാൻ. അല്ല, 50 രൂപ എടുത്തിട്ട് ബാക്കി 9,950 രൂപ എനിക്ക് തരണം. എന്റെ പൊന്നാശന മുനിസിപ്പാലിറ്റി ഒരു ലീവ് എടുത്തിട്ടാണ് ഈ വേഷം കെട്ടൊക്കെ കേട്ടത്. ലീവോ? അതെ. മുനിസിപ്പൽ ഡിപ്പാർട്ട്മെന്റ് തനിക്ക് ഉണ്ടോടോ അങ്ങനെ ഒരു സംഭവം? വെയിറ്റ് ചെയ്യണേ, പുറപ്പെടുന്നതിന് മുമ്പ് എല്ലാരും കാശ് മേടിച്ചോണേ. സോറി 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 സ്വല്പം വൈകി. കാലത്ത് തന്നെ 2 ചാവടിയന്ത്രത്തിന് ഒരു 600 ലിറ്റർ പാൽ കൊടുക്കാണ്ടായിരുന്നു. ഒരു മംഗള കാര്യത്തിന് പുറപ്പെടുമ്പോഴാണോ തന്റെ ചാവടിയന്ത്രം? സാമ്പത്തികം ഉണ്ടെങ്കിലല്ലേ ദാമ്പത്യം ഭദ്രാവുള്ള എന്റെ കൺപറ്റട്ടാ. എങ്കിൽ ഇവരുടെ സാമ്പത്തികം താൻ ആദ്യം ഭദ്രമാക്ക്. ഇത് തന്റെ ചിറ്റപ്പൻ, ഇത് 2 അമ്മാവന്മാര്. ആയിക്കോട്ടെ, അത് അമ്മായി. ഇത് അമ്മ. അയ്യേ, ഇതാണ് എന്റെ അമ്മ. എന്താ ഒരു ഐശ്വര്യമുള്ള ഒരു അമ്മ കിട്ടില്ലേ കൺപറ്റട്ടാ? ആ തള്ളയുടെ മുഖത്തൊക്കെ ഒരുമാതിരി ഐശ്വര്യമില്ലാത്തൊരു ദാരിദ്ര്യം പിടിച്ച് ലുക്ക്. ശരിയല്ല. നീ ആര് തമ്പുരാൻകുട്ടിയോ? ആ മോന്തയ്ക്ക് ഇതൊക്കെ മതിയടാ. അവന്റെ ഒരു സൗന്ദര്യബോധം. ഞാൻ എലിസബത്ത് രാജ്ഞിയെ ഫോൺ വിളിച്ച് ചോദിച്ചു, 5,000 രൂപയ്ക്ക് നിന്റെ തള്ളയാ അവർ വരൂല്ലെന്ന്. അയ്യോ, എടാ ചേട്ടാ, നീ ആരാന്നാ നിന്റെ വിചാരം? അവന്റെ ഒരു നോട്ടം കണ്ടില്ലേ? ഒരുമാതിരി കുട്ടിത്താളാന്തിനെ പോലെ. ഐശ്വര്യമില്ലാത്രേ അവന്റെ അമ്മ. കൂടുതൽ ഉക്ലേഷം കാണിക്കല്ലേ. ക്ഷമിക്കേ, സ്വന്തമായിട്ടൊരു തൊഴുത്തു പോലും ഇല്ലാത്തൊരു കാളക്കുട്ടിയല്ലേ നീ? കൂടെ വരുന്ന പശുക്കളുടെ ചാണകമൂത്രം നീ എന്തിനാ നോക്കണേ? മര്യാദക്ക് കാശ് കൊടുത്ത് സെറ്റില് രാഹുലത്ത് പരിപാടി തുടങ്ങാനുള്ളതാ. എന്നാലും ഗർഭത്തിട്ട് വൃത്തിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണേ. പിന്നെ ആളാതെ പാല് വിറ്റ് കാശുള്ളോണ്ടായില്ല, പെരുമാറാനും പഠിക്കണം. ക്ഷമിക്കണം അമ്മേ, പശുക്കൾ പല നിറം, പാൽ ഒരു നിറം എന്നാണല്ലോ ഗുൽബർ യാദവ് പറഞ്ഞിരിക്കുന്നത്. ഈ അവിഞ്ഞ തള്ള. ചിറ്റപ്പന്റെ പേര് പറഞ്ഞില്ല. ഞാൻ പത്രോസ്. പത്രോസ് പത്രാധിപരെന്ന് പറയായിരുന്നു. ജോലിയല്ല, പേരാ ചോദിച്ചത്. അത് പിന്നെ പത്രത്തിലായതുകൊണ്ട് തട്ട് കിട്ടുമെന്ന് ഭയന്ന് പല പേരുകളിലാണ് എഴുതുന്നത്. യഥാർത്ഥത്തിലുള്ള പേര് കൊരട്ടിയിൽ ഗോപാലകൃഷ്ണൻ നായർ. അതെ, കൊരട്ടിയിൽ ഗോപാലകൃഷ്ണൻ നായർ. അച്ഛൻ എന്താ പറഞ്ഞത്? അച്ഛനും മകനും തമ്മിൽ കണ്ടിട്ട് 10 വർഷത്തിലേറെയായി. 10 വർഷം? അതെ, വലിയൊരു പാൽ വ്യവസായിയായ പങ്കുണ്ണി നായരായിരുന്നു ഇവന്റെ അച്ഛൻ. അറുത്ത കൈക്ക് ഉപ്പ് കഴിക്കാത്ത ലുബ്ധനോട് ഇവൻ SSLC പാസ്സായ ഉടനെ സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടി കുറച്ച് കാശ് ചോദിച്ചു. അയാൾ കൊടുത്തില്ല. അന്ന് നൈറ്റിൽ തൊഴുത്തി കയറി ഒരു ജേഴ്സി പശുവിനെ അടിച്ചുകൊണ്ട് പോന്നു. പിന്നെ അങ്ങോട്ട് കയറിയിട്ടേ ഇല്ല. ഇന്ന് ലക്ഷപ്രഭുവായ പാൽ കച്ചവടക്കാരനാണ് ജഡ്ജ് നൈറ്റ് രാജീവ്. എന്നാലും കല്യാണം എന്നൊക്കെ പറയുമ്പോ അച്ഛന്റെ അനുഗ്രഹവും സഹകരണവും ഒക്കെ വേണ്ടേ? അല്ല, പ്രത്യക്ഷത്തിലല്ലെങ്കിലും അച്ഛന്റെ അറിവോടെ തന്നെയാണ് അമ്മ വന്നത്. പിന്നെ കുടുംബക്കാരായിട്ട് ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. എത്രയും പെട്ടെന്ന് നമുക്ക് ഇതങ്ങ് നടത്തണം. സദ്യമായിട്ടും ഗംഭീരമായിരിക്കണം. 4 കൂട്ടം പ്രസവരെങ്കിലും വേണം. ഉണ്ടാവും.